أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أجعل الآلهة إلها واحدا إن هذا لشيء عجاب. وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد. ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق. أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب. أم عندهم خزائن رحمة ربك العزيز الوهاب. أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. إن التوكل والخضوع عبادة وكذا الدعاء وطلبة الغفران ثم الذبائح والنذور تقربا للأولياء وكل صاحب شان. من يسأل المقبور يشرك عامدا
ما الشرك والإيمان يجتمعان كل الذنوب يجوز غفران لها لا يغفر الإشراك في الرحمن. സ്റ്റേജിലും ഈ മഹത്തായ ദീനി മജ്ലിസിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏകദൈവാരാധന ശാശ്വത വിജയത്തിന് എന്ന പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദിൻ്റെ വിശദീകരണം നടന്നതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ മഹാസമ്മേളനം അതിൻ്റെ താൽക്കാലികമായ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. തുടർന്നും ഇൻഷാ അല്ലാഹ് ഈ ആദർശം രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ നല്ലവരായ പ്രവർത്തകളിലൂടെ, നല്ലവരായ ആളുകളിലൂടെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏകദൈവാരാധനയാണ് ശാശ്വത വിജയത്തിനുള്ള മാർഗം എന്നതാണ് നമ്മുടെ പ്രമേയത്തിൻ്റെ മുഖ്യ ഭാഗം. സത്യവിശ്വാസികളായ ആളുകൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവരുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി കഴിയുന്നത്ര ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശാശ്വത വിജയം നേടിയെടുക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം മുൻനിർത്തിയാണ്. ഒരു സത്യവിശ്വാസിയുടെ ശാശ്വത വിജയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താൽക്കാലികമായ ജീവിതത്തിന് അവസരം നൽകപ്പെടുന്ന ഈ ഭൂമിയിലെ വിജയം അല്ല. ലോകത്ത് ഒരുപാട് ആളുകൾ കഴിഞ്ഞു കടന്നുപോയി. അവരൊക്കെ ഇന്ന് അവരുടെ ബർസഖിയായ ലോകത്ത് അവരുടെ നന്മകളും തിന്മകളുമൊക്കെ എപ്രകാരമായിരുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം അതിൻ്റെ പ്രതിഫലങ്ങൾ ഒരർത്ഥത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലാണ്. നാമും ഈ ഭൗതികമായ നമ്മുടെ ഏതാനും കാലത്തെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ആരാരുമില്ലാത്ത നമ്മുടെ അമലുകൾ മാത്രം നമുക്ക് തുണയായെത്തുന്ന ബർസഖിന്റെ ലോകത്തേക്ക് നീങ്ങേണ്ടവരും ആ ലോകത്തെ ജീവിതത്തിന്റെ ശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് നീതിപൂർണമായ അവന്റെ കോടതിയിലെത്തിച്ച് എന്തു തന്നെ നന്മകളും തിന്മകളും ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കൃത്യമായി അവനെ ബോധ്യപ്പെടുത്തുന്ന നീതിയുടെ കോടതിയിൽ വിജയം നേടുക എന്നതാണ് ഒരു വിശ്വാസിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. നാം ഇവിടെ ഈ ഒരുമിച്ച് കൂടിയത്, നാം സംസാരിക്കുന്നത്, നാം കേൾക്കുന്നത്, സന്തോഷത്തോടുകൂടി പുഞ്ചിരി പൊഴിക്കുന്ന മുഖവുമായി തന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും
അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രീതിയും അവൻ്റെ അടുക്കലുള്ള ശാശ്വതമായ സുഖത്തെയും സമാധാനത്തെയും മോഹിച്ചുകൊണ്ടാണ്. ആ മോഹം പൂവടിയണമെങ്കിൽ സത്യവിശ്വാസികളായ ആളുകൾ ലോകത്തോട് പറയുന്നത്, അവർ മനസ്സിലാക്കുന്നത്, എല്ലാവരോടും അവർ ഉറക്കെ പറയുന്നത്, ആ ശാശ്വതമായ സമാധാനത്തിന്, വിജയത്തിന് അനിവാര്യമായത് വിശ്വാസരംഗത്തെ ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മഹത്തായ കലിമത്ത് തൗഹീദിന്റെ വിവരണത്തിലൂടെ യഥാർത്ഥമായ നിലക്ക് അമ്പിയാക്കൾ പഠിപ്പിച്ചുപോയ ഏകദൈവ ആരാധന എന്ന ആശയം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത് മരിച്ചുപോയവർക്ക് മാത്രമേ ശാശ്വതമായ വിജയം നേടാനാവുകയുള്ളൂ, രക്ഷ നേടാനാവുകയുള്ളൂ. കാരണം അവിടെ ഈ ലോകത്തിന്റെ നാഥൻ, ആ നാഥന്റെ നീതിന്യായ കോടതിയാണ്. നീതി ചെയ്യുന്ന ഒരിക്കലും അനീതി ചെയ്യാത്ത റബ്ബുൽ ആലമീനിന്റെ കോടതിയാണ്. നമസ്കാരത്തിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ നാം അല്ലാഹുവിനോട് പറയുന്നു, മാലിക് യൗമിദ്ദീൻ എന്നാണ് നാം തുടങ്ങുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുക്കുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, ഈ നിലക്ക് അല്ലാഹുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവന്റെ മാത്രം ഗുണങ്ങളെ വർണ്ണിക്കുകയും ചെയ്തതിന്റെ ശേഷമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന ദൃഢപ്രതിജ്ഞ നാം അല്ലാഹുവിന്റെ മുമ്പിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റഹ്മാനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നത്? അവനാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമ അവനാണ്, പരമകാരുണികനായിട്ടുള്ളവൻ അവനാണ്, എല്ലാവർക്കും അറ്റമില്ലാത്ത അളവിൽ റഹ്മത്ത് ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ഈ ലോകത്തിന് വേണ്ടതെല്ലാം ഈ ലോകത്തുള്ള ഏതൊരു സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്കെല്ലാം ആവശ്യമുള്ളതത്ര, ആവശ്യമുള്ളപ്പോൾ വേണ്ടത്ര അളവിലും തോതിലും നൽകിക്കൊണ്ട് പടിപടിയായി പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവനാണ് റബ്ബുൽ ആലമീൻ. റബ്ബുനല്ലി അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, പരിശുദ്ധ ഖുർആൻ അതാ പരിചയപ്പെടുത്തുന്നു, ഒരു പ്രവാചകന്റെ നാവിലൂടെ ഒരു ജനതയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് റബ്ബിനെ. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോ വസ്തുവിനും വേണ്ടതെന്താണെങ്കിൽ അത് നൽകിയവനാണ് എന്റെ റബ്ബ്, നമ്മുടെ റബ്ബ്. മാർഗദർശനം നൽകുന്നവനാണ് അല്ലാഹു. ആരെയും വഴിയറിയാതെ ഇരുട്ടിൽ തപ്പാൻ അവൻ വിട്ടിട്ടില്ല. ഈ ലോകത്തുള്ള ഏത് വസ്തുക്കളാവട്ടെ, ഓരോ വസ്തുവിനും അതിൻ്റെതായ ഒരു പ്രകൃതി അവൻ നൽകിയിട്ടുണ്ട്. ആ നിലക്ക് ഓരോ മനുഷ്യരോടും അതുപോലെ തന്നെ ജന്തുക്കളും ജീവജാലങ്ങളുമൊക്കെ അതിലേറ്റവും ഉത്തമനായ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് തന്നെയും ആവശ്യമായത് ഓരോന്നോരോന്ന് ഈ ഭൂമുഖത്ത് ഏർപ്പെടുത്തി കൊടുത്തവനാരോ അവൻ മാത്രമാണ് റബ്ബുൽ ആലമീൻ. ആരെ പരിശോധിച്ചു നോക്കിയാലും ലോകത്ത് അങ്ങനെ ഒരു ശക്തിയെ കാണാനാവില്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണവൻ. ഈ ലോകത്തിനാവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും നൽകിയവനാണവൻ. ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ ആവശ്യമായത് ഏതെല്ലാം ഉണ്ടോ എന്നറിഞ്ഞവനാണവൻ. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യർ ചോദിക്കാതെ തന്നെ ഏതെല്ലാം കാര്യങ്ങൾ വേണോ അതൊക്കെയും നിങ്ങൾ ചോദിച്ചിട്ട് നൽകിയതുപോലെ വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു,
എന്തൊന്ന് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ, റഹ്മാനായ നാഥൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെ, ആ നിഅമത്തുകളെ ആർക്കാണ് കണക്കാക്കാനാവുക? ഏതൊരു അളവ് യന്ത്രം കൊണ്ടാണ്, അളവ് കോല് കൊണ്ടാണ് അത് കണക്കാക്കാനാവുക? അല്ലാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സൂഹാ, നിങ്ങൾക്കത് കണക്കാക്കാൻ സാധ്യമല്ല. അളവറ്റ കാരുണ്യങ്ങളും കണക്കറ്റ അനുഗ്രഹങ്ങളും അനർഘമായ രൂപത്തിൽ ധാരാളം ധാരാളം നൽകിയവനായ നാഥൻ, ആ നാഥൻ നൽകിയ നിഅമത്തുകൾ എവിടെയാണെന്ന് പരിശോധിക്കാൻ അധികമൊന്നും മനുഷ്യൻ കുഴങ്ങേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ പല കാര്യങ്ങളും ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നാഥൻ അവനോട് ആവശ്യപ്പെടുന്നു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയും നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും നിങ്ങൾക്കൊരുപാട് ചിന്തിക്കാനില്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നു. ഈ ആയത്ത് ഞാനും നിങ്ങളുമൊക്കെ എത്ര തവണ ഓതിയവരാണ്? എത്ര തവണ പാരായണം ചെയ്തവരാണ്? നാം ചിന്തിച്ചുവോ? നമ്മുടെ മനസ്സിലേക്ക് നാം കടത്തി വിട്ടുകൊണ്ട് ആലോചിച്ചുവോ? എന്റെ നാഥൻ എന്താണ് എന്നോട് ഈ പറയുന്നത്? മനുഷ്യർക്കിന്ന് ആധിയാണ്, മനുഷ്യനിന്ന് വലിയ ടെൻഷനിലാണ്, മനുഷ്യൻ വളരെ വലിയ അസമാധാനത്തിലാണ്, അശാന്തിയിലാണ്. കാരണം തനിക്കൊന്നും നൽകപ്പെട്ടിട്ടില്ലല്ലോ, താൻ നിഅമത്ത് കിട്ടിയിട്ടില്ലാത്തവനാണ്. എന്നിട്ട് അവരന്റെ നിഅമത്തുകൾ കാണുമ്പോ, അനുഗ്രഹങ്ങൾ കാണുമ്പോ, ഞാൻ ഈ ലോകത്തിതാ പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് തനിക്ക് തന്റെ നാഥൻ നൽകിയ നിഅമത്തുകളെ ചെറുതായി കാണുന്ന ഒരു വേള അതിനെ നിഷേധിക്കുന്ന ഒരവസ്ഥയല്ലേ മനുഷ്യനിൽ കാണുന്നത്? ആ നിലക്ക് ചിന്തിക്കുന്ന മനുഷ്യൻ ആലോചിക്കാൻ പറയുകയാണ്, എടോ, മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും നോക്കാതെ തന്നെ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്ക് കണ്ടുകൂടെ? നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? അളവറ്റ ദയാപരനായ റബ്ബുൽ ആലമീൻ എത്രമാത്രം നിഅമത്താണ് നമുക്കൊക്കെ നൽകിയതെന്ന്. നമ്മുടെ ശരീരത്തിന് വിലമതിക്കാൻ ആർക്കാണ് കഴിയുക? ഈ കണ്ണിന് വില പറയാൻ ആർക്കാണ് കഴിയുക? ഈ കാതുകൾക്ക് വില പറയാൻ ആർക്കാണ് സാധിക്കുക? ഈ നാവിന്റെ സംസാര ശേഷിക്ക് വിലമതിക്കാൻ ആർക്കാണ് സാധിക്കുക? ഈ കൈകാലുകൾക്ക്, അതുപോലെ തന്നെ പ്രസവിച്ച് വീണ 1-ാം തീയതി മുതൽ ആ സെക്കൻഡ് മുതൽ ഈ നിമിഷം വരെയും ആരോടും ബില്ലടക്കാൻ ബാധ്യതയില്ലാതെ, യാതൊരു നിലക്കും പ്രയാസങ്ങളില്ലാതെ നാം ശ്വസിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ ശ്വസനവായു, ആ വായുവിനെ പറ്റി മനുഷ്യൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എപ്പോഴാണ് മനുഷ്യൻ അതിന്റെ വില അറിയാറുള്ളത്? ഒരു ശ്വാസം മുട്ടലോ ശ്വാസതടസ്സമോ നേരിട്ടിട്ട് ഡോക്ടറുടെ അടുക്കൽ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോ ഈ രോഗിക്ക് ശുദ്ധവായു ശ്വസിക്കാൻ ആവശ്യമുള്ള ഘട്ടമാണ്. ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഒരു ട്യൂബ് ഇയാളുടെ മൂക്കിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് അളവാക്കി കണക്കാക്കിയ പ്രത്യേകമായ സമയം അത് ശ്വസിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ ബന്ധുക്കളുടെ കൈകളിലേക്ക് വരുന്ന ഭാരമേറിയ ബില്ല്, ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ ഞാൻ ഓക്സിജൻ എന്ന ശുദ്ധമായി ശ്വസിച്ചതിന്റെ പ്രത്യുപകാരം ഹോസ്പിറ്റലിൽ അടക്കേണ്ടി വരുന്നു. അല്ലേ? നമ്മുടെ ശരീരത്തിൽ എത്രയാണ് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ആ രക്തത്തിന് ഇന്ന് വരെ ഒരാളോട് കണക്ക് പറയേണ്ടി വന്നിട്ടില്ല. അതേ അവസരത്തിൽ ഏതെങ്കിലും നിരക്കൊരു അത്യാസന്നമായ ഘട്ടം വന്നു, ശരീരത്തിൽ ബ്ലഡ് പോരെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. ബ്ലഡിന്റെ ഗ്രൂപ്പ് പ്രത്യേകമായി നിർണയിക്കപ്പെടുന്നു. ആ ഗ്രൂപ്പുള്ള ആളുകളെ തേടിക്കൊണ്ട് അന്വേഷണം നടത്തുന്നു. രക്തബാങ്കുകളിൽ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തുന്നു. എത്ര കുപ്പിയാണ് ബ്ലഡ് കയറ്റേണ്ടതെങ്കിൽ അതങ്ങ് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്ര അളവാണ് ബ്ലഡ് കയറ്റിയതെങ്കിൽ അതിന്റെ ഭാരമേറിയ ബില്ല് വരുന്നു. മനുഷ്യ ചിന്തിച്ചു നോക്കിയോ? മഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക
ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ഓ മനുഷ്യ, നിനക്ക് നിന്റെ റബ്ബിനെ കുറിച്ച് എന്തേ നീ ചിന്തിക്കാതെ പോകുന്നത്? എത്രമാത്രം വലിയ നിഅമത്താണ് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നുവരെ നാം ശ്വസനവായുവിന് ബില്ലടച്ചിട്ടില്ല, നമ്മുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന് ബില്ലടച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ആന്തരികമായ അവയവങ്ങൾ, കിഡ്നിക്കൊരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നൽകിയ ഒരളവറ്റ വലിയ അനുഗ്രഹങ്ങളുടെ അത്ഭുതങ്ങളുടെ കേന്ദ്രമായ കിഡ്നിക്കൊരു പ്രത്യേകമായ രോഗം പറ്റിക്കഴിഞ്ഞാൽ അതൊന്ന് റീപ്ലേസ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ഒരു സാധാരണ കുടുംബത്തിന് സാധിക്കാതെ വരുമ്പോ പലപ്പോഴും പിച്ചപാത്രവുമായി ആളുകളെ സമീപിക്കേണ്ട ഗതികേട് ഒരു കുടുംബത്തിന് വരുന്നു. അത്രയും വലിയ ലക്ഷക്കണക്കിന് ബില്ലാണ് ഒരു കിഡ്നി റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റിപ്പയർ ചെയ്യാനോ നാം ഒടുക്കേണ്ടി വരുന്നത്. ഹൃദയത്തിനൊരു രോഗം പറ്റിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷനോ മറ്റേതെങ്കിലും കാര്യങ്ങളോ നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് ബില്ലാണ് നാം ഒടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവന്റെ കണ്ണുകളാവട്ടെ, അവന്റെ കൈകാലുകളാവട്ടെ, അവന്റെ ഹൃദയമാവട്ടെ, അവന്റെ കിഡ്നികളാവട്ടെ, അവന്റെ ശരീരത്തിന്റെ അകത്തും പുറത്തുമുള്ള ഏതൊരു പാർട്സുകളാണെങ്കിലും ഓരോന്നിനും വിലയിട്ടാൽ ഈ ലോകത്ത് ആർക്കാണത് എണ്ണാനും കണക്കാക്കാനും കഴിയുക? അത്രമാത്രം വലിയ നിഅമത്തുകൾ ഒരാളോടും ഇന്ന് വരെ ഒരണപ്പൈ തീർത്ത് കണക്ക് പറയേണ്ട അവസ്ഥയില്ലാതെ സ്വാതന്ത്ര്യമായി സൗജന്യമായി ഓ സഹോദര സഹോദരി, ജനിച്ച നാൾ മുതൽ ഈ സെക്കൻഡ് വരെ നമ്മൾ അനുഭവിക്കുന്നു. എന്നിട്ടും ചിന്തിക്കാനായില്ലേ നാഥൻ നിനക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ? ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ എത്രയാണ്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? ചിന്തിക്കാൻ മാത്രം നിങ്ങൾക്കതൊന്നും പോരെ എന്ന് നമ്മെ പടച്ച നാഥനായ അല്ലാഹു ചോദിക്കുന്നു. എന്തിനാണ് അല്ലാഹു ഈ സംവിധാനം ഏർപ്പെടുത്തി തന്നത്? ഇനി നിന്റെ ശരീരത്തിന് ആവശ്യമായതെല്ലാം ഇവിടെ സംവിധാനിച്ചു. ജീവിക്കേണ്ടത് ഭൂമിയിലാണ്. ഭൂമിയെ നിനക്കവൻ സംവിധാനിച്ചു വെച്ചവനാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. നിങ്ങൾക്കതാ ഉപരിഭാഗത്ത് നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ ഇങ്ങനെ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് മുഖേന നിങ്ങൾക്കവൻ സസ്യലതാദികളെ ഉൽപ്പാദിപ്പിച്ചു തരുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ അവൻ നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു. നിങ്ങളുടെ മുൻഗാമികളെയും അവനാണ് സൃഷ്ടിച്ചത്. ശരീരത്തിന്റെ രൂപത്തെ ശരിപ്പെടുത്തി തന്നു. കൃത്യമായി ഓരോ അവയവങ്ങളും എവിടെയാണ് ഘടിപ്പിക്കേണ്ടതെങ്കിൽ അത് ക്രമം തെറ്റാതെ അവൻ നിശ്ചയിച്ചു തന്നു. നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ, അള്ള എങ്ങനെയാണോ ഉദ്ദേശിച്ചതെങ്കിൽ മാതാക്കളുടെ ഉദരങ്ങളിൽ ഗർഭപാത്രങ്ങളിൽ അവനാണ് രൂപം നൽകിയത്. അതാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഇങ്ങനെയൊക്കെയുള്ള അളവറ്റ അനുഗ്രഹങ്ങൾ, ആ നിഅമത്തുകളൊക്കെ ഇവിടെ വിധാനിച്ചു വെച്ചവൻ ആര്? മനുഷ്യ. അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഇവിടെ പടക്കപ്പെട്ട വസ്തുക്കളിൽ ഈ ലോകത്ത് കാണുന്നതെല്ലാം മഖ്ലൂക്കുകളല്ലേ? ഇക്കാണുന്ന മഖ്ലൂക്കുകൾ മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്കൂ. സർവ്വ മഖ്ലൂക്കും ചിന്തിക്കട്ടെ. ചിന്താശേഷിയുള്ള മഖ്ലൂക്കുകൾക്കൊക്കെ ചിന്താശേഷിയുള്ള മഖ്ലൂക്കുകളെ പറ്റിയും അല്ലാത്ത ഏതൊരു മഖ്ലൂക്കുകൾ ഈ ലോകത്തുണ്ടോ അവയെക്കുറിച്ചൊക്കെ ഒരു കണക്കെടുപ്പ് നടത്താൻ കഴിവുണ്ടോ? കണക്കെടുപ്പ് നടത്തിയാൽ തന്നെ അല്ലാഹുവിന്റെ ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളയല്ലാതെ വല്ല ഖാലിഖുകളും ഉണ്ടോ? അള്ളയല്ലാതെ സ്രഷ്ടാക്കളുണ്ടോ? അള്ളയല്ലാതെ ഈ ഭൂമുഖത്ത് ആകാശഭൂമികളിൽ വല്ലതിനെയും പടച്ചവരുണ്ടോ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുന്നു. എന്തിനാണ് ഈ ചോദ്യം? ഓ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരി, നാഥൻ എന്തിനാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരക്ഷരം മോദിയാൽ 10 പുണ്യം ഓഫർ ചെയ്യപ്പെട്ട റബ്ബിന്റെ വിശുദ്ധ കലാം, വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും
ആ പരിശുദ്ധമായ കലാം പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു വെളിച്ചം പകരുമാറാകട്ടെ. ആ നിലക്ക് നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുമ്മ ജഅൽ ഹാദൽ ഖുർആന, ഈ പരിശുദ്ധമായ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണം എന്ന് ദുആ ചെയ്യുന്ന വിശ്വാസികൾ, ആ വിശ്വാസികൾ ആലോചിക്കട്ടെ, ഈ പരിശുദ്ധമായ കലാമിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യനെ പടച്ചത്, അവന്റെ മുൻഗാമികളെ പടച്ചത്, അവന്റെ ശരീരത്തിന് വേണ്ട രൂപത്തിലുള്ള ക്രമീകരണം നൽകിയത്, അത്ഭുതങ്ങളുടെ കേന്ദ്രമായ അവന്റെ ശരീരത്തെ കൃത്യമായ രൂപത്തിൽ തന്നെ സംവിധാനിച്ചത്, അവന് ജീവിക്കാനുള്ള ഭൂമിയെ നിവാസയോഗ്യമാക്കിയത്, അവന്റെ മുകളിൽ കാണുന്ന ആകാശത്തെ ഒരു മേലാപ്പ് പോലെ സുരക്ഷിതത്വം നൽകിക്കൊണ്ട് പടച്ചുവിട്ടത്, ഈ ഭൂമിയിൽ അവന് ആവശ്യമായ തോതിൽ ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തക്ക രൂപത്തിൽ ശുദ്ധമായ തെളിനീരിനെ വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് ഇറക്കിത്തന്നവൻ. ഇതൊക്കെ ആരാണെന്ന നാഥന്റെ ചോദ്യം എന്തിനാണ്? ആ നാഥനാണ് നിങ്ങളുടെ റബ്ബെന്ന് പറയാനാണ്. നിങ്ങൾക്ക് ആവശ്യമായത്, വേണ്ടുന്നത് വേണ്ടപ്പോൾ വേണ്ടത്ര അളവിലേ അവൻ നൽകിയിട്ടുള്ളൂ. അത് അവനാണ് അറിയുന്നവൻ. ഒരു കുഞ്ഞ് മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ അക്കുട്ടിക്ക് ആവശ്യമായത് എന്താണെങ്കിൽ അത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നൽകിയവനാണ് നാഥൻ. ആ കുഞ്ഞ് പ്രസവിച്ച് പുറത്തു വീണ 1-ാമത്തെ തീയതി ആ കുട്ടിയുടെ ദഹനേന്ദ്രിയത്തിന് ദഹിക്കാവുന്ന അളവിലും അതിന്റെ രൂപത്തിലുള്ള പ്രത്യേകമായ രൂപത്തിലും ഉമ്മയുടെ മുലപ്പാല് തയ്യാറാക്കി കൊടുത്ത നാഥനാണ് റബ്ബ്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും 2-ാം ദിവസം ഏതളവിലാണ് മുലപ്പാല് നൽകേണ്ടത്, 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 3-ാം മാസത്തിൽ കുട്ടി കുടിക്കുന്ന പാലിന് കട്ടി എത്രയായിരിക്കണം, ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും ആവശ്യമായ അളവിൽ ആവശ്യമായ ഘട്ടത്തിൽ ആവശ്യമായത്ര നൽകിക്കൊണ്ട് പടിപടിയായി നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നവനാരോ? ഈ ലോകത്ത് വല്ലവരും അങ്ങനെയുണ്ടോ? അവനാണ് റബ്ബുൽ ആലമീൻ. ഇത് ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, അവൻ ഏത് മതക്കാരനാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഏത് നാട്ടുകാരനാണെങ്കിലും, ഏത് രാജ്യക്കാരനാണെങ്കിലും, ഈ ഒരു സത്യം അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത് എന്തിനാണെന്നോ, ആ ബോധ്യപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യമതാ. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതാ വിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് ലോകത്തിനെ വിളിച്ചുകൊണ്ട് സർവ മനുഷ്യന്മാരെയും ദേശഭാഷാ വർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായിക്കൊണ്ട് സർവരെയും വിളിച്ചുകൊണ്ട് മനുഷ്യനാണോ, ആ മനുഷ്യനാണെങ്കിൽ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നു എന്ന നിലക്ക് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആദ്യ അഭിസംബോധനയാണത്. അത് പറയാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഓ മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കണം. ആരെ ആരാധിക്കണം? റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചവനായ നാഥൻ. നിങ്ങളെ പടച്ചവനാരോ? മുൻഗാമികളെ പടച്ചവനാരോ? ഭൂമിയെ പടച്ചവനാരോ? ആകാശത്തെ സംവിധാനിച്ചവനാരോ? മഴയിറക്കി തന്നതിലൂടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, കാർഷിക വിളകളൊക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് വേണ്ടത്ര അളവിൽ വേണ്ടപ്പോൾ നൽകിയവനാരോ? ആ റബ്ബ് ഒരുവനല്ലേയുള്ളൂ. അതുകൊണ്ട് സർവ്വ മനുഷ്യരോടും പറയുന്നു, അവൻ ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയാണെങ്കിലും ബുദ്ധ ജൈന മതക്കാരനാണെങ്കിലും എല്ലാവരോടും പറയുന്നു, സർവ്വ ആദർശങ്ങളെയും വിട്ടുകൊണ്ട് വന്നോളൂ മനുഷ്യരെ. ഏതാദർശത്തിലേക്ക് വരണം? ഏകദൈവാരാധനയിലേക്ക് വരണം. ശാശ്വതമായ രക്ഷ വേണോ? സമാധാനം വേണോ? വിജയം വേണോ? മനുഷ്യരെ, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവീൻ റബ്ബക്കും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ട അളവിൽ വേണ്ടപ്പോൾ വേണ്ട രൂപത്തിൽ നൽകിയ നാഥനായിട്ടാരുണ്ടോ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകിയവൻ അവനാണെന്ന് പിന്നെയും വിശദീകരിച്ചുകൊണ്ട് ആ തിരുവചനം അല്ലാഹു അവസാനിപ്പിച്ചത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമല്ലേ?
മേൽ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നവരല്ലേ? അതൊക്കെ നിങ്ങൾക്കറിയില്ലേ? ഞങ്ങളെ പടച്ചവനും മുൻഗാമികളെ പടച്ചവനും വേണ്ടത് വേണ്ടത്ര അളവിൽ നൽകിയവനും ആവശ്യമായ സ്റ്റേജിൽ ആവശ്യമായ നിലക്ക് വേണ്ടതൊക്കെ നൽകിയവനും ഭൂമിയെ സംവിധാനിച്ചവനും ആകാശത്തെ സംവിധാനിച്ചവനും ഭക്ഷ്യോൽപ്പന്നങ്ങളെല്ലാം ഏർപ്പെടുത്തി തന്നവനും അള്ളയാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. എങ്കിൽ അതൊക്കെ നിങ്ങൾ അറിയുന്നവരായിരിക്കെ ഒരു കാര്യം പറയട്ടെ, ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ. ആ അല്ലാഹുവിന് നിങ്ങളൊരിക്കലും സമന്മാരെ സങ്കൽപ്പിച്ചു പോകരുത്. ആ അല്ലാഹുവിന് നിങ്ങളൊരിക്കലും സമന്മാരെ നിശ്ചയിച്ചു പോകരുത്. വഅൻതും തഅലമൂൻ. മേൽ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അല്ലാഹുവിന് തുല്യന്മാരില്ലല്ലോ, പങ്കുകാരില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? ആകാശം പടച്ചതിൽ ലോകത്ത് ഒരു ദൈവങ്ങളെന്ന് പറയുന്നവർക്കും പങ്കില്ല, ആർക്കും പങ്കില്ല. ഒരു ശൈഖിനും പങ്കില്ല, ഒരു ബീവിക്കും പങ്കില്ല, ഒരു ബാബക്കും പങ്കില്ല, ഒരു അമ്മയ്ക്കും പങ്കില്ല, ഒരാൾക്കും പങ്കില്ല. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. അല്ലാഹയല്ലാതെ പടച്ചവനുണ്ടോ, ഖാലിഖുണ്ടോ എന്ന ചോദ്യം, ആ ചോദ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഒരുപാട് സ്ഥലത്ത് ഈ സമുദായത്തോട് പറഞ്ഞതാണ്. ആ ഒരു കൃത്യമായ അഭിപ്രായത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരണം എന്ന്. കാരണം ഈ ഗുണഗണങ്ങളൊക്കെയുള്ള നാഥന് മാത്രമുള്ള പ്രത്യേകമായ ഗുണങ്ങളുണ്ട്. അവൻ സൃഷ്ടാവ് എന്നവര് പവർ മാത്രമല്ല, ആ പവറുള്ള നാഥന് അതിനോട് യോജിച്ച നിലക്ക് വേറെയും ഒട്ടേറെ ഗുണങ്ങളുണ്ട്. അല്ലാഹുവിന് എത്രയെത്ര നല്ല നല്ല പേരുകളാണ് വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട എത്രയെത്ര പേരുകളാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹുവിന് ധാരാളം നല്ല നല്ല പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹാ. അത് മുഖേന അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അവനെ വിളിക്കണേ, അതുകൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കണേ. വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ആ പേരുകളൊക്കെ അവന് മാത്രമേ അതിന്റെ തനതായ അർത്ഥത്തിലുള്ളൂ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി ലോകത്താരുണ്ട്? എല്ലാവരെയും അറിയുന്നവനായി ലോകത്താരുണ്ട്? എല്ലാം കേൾക്കുന്നവനായി ലോകത്താരുണ്ട്? ഇന്ന റബ്ബീ ഖരീബും മുജീബ്. എന്റെ നാഥൻ വളരെ അടുത്തവനാണ്. ഏത് ചോദ്യങ്ങൾക്കും ഏത് ആക്ഷേപങ്ങൾക്കും യാതൊരു നിലക്കുള്ള പരിഗണനകളും ഈ മനുഷ്യന്മാര് കൽപ്പിക്കുന്നത് പോലെ കൽപ്പിക്കാതെ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട്, എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട്, എല്ലാ ഭാഷയും മനസ്സിലായിക്കൊണ്ട്, സമയവ്യത്യാസമില്ലാതെ, സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ അറിയുന്നവനായ നാഥൻ, കേൾക്കുന്നവനായ നാഥൻ. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. നിശ്ചയമായും എന്റെ റബ്ബ് ദുആ കേൾക്കുന്നവൻ തന്നെ. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അവൻ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനാണ്, അതുപോലെ തന്നെ എല്ലാം അറിയുന്നവൻ തന്നെ. അവനെപ്പോലെ അറിവുള്ളവൻ ആരുണ്ട്? അവനെപ്പോലെ കേൾവിയുള്ളവൻ ആരുണ്ട്? അവനെപ്പോലെ എല്ലാം കാണുന്നവർ ലോകത്താരുണ്ട്? മനുഷ്യരാലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. ഈ ലോകത്തെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, കേട്ടുകൊണ്ടിരിക്കുന്നവൻ, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഉറങ്ങാത്തവൻ, ഒരു ക്ഷീണം പോലും തോന്നാത്തവൻ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതിന്റെ പേരിൽ ഏതെങ്കിലും നിലക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്തവൻ, വലാ യഊദുഹു ഹിഫ്ളുഹുമാ. സമാവാത്തും അർദുമൊക്കെ ആകാശഭൂമികളെ നിയന്ത്രിച്ചതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ അവനില്ല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഒരു മയക്കമോ ഉറക്കമോ അവന് ബാധിക്കാനില്ല. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തിന്റെയും അധിപനായ, എല്ലാവരെയും അറിയാവുന്നവനായ നാഥൻ. ഈ നിലക്കൊക്കെ അള്ളാഹനെ പരിചയപ്പെടുത്തുന്നത് ആ റബ്ബ് മാത്രമാണ്. നമ്മുടെ വിളി കേൾക്കുന്നവൻ ആ റബ്ബ് മാത്രമാണ്. നമ്മുടെ സങ്കടങ്ങൾ നാം അറിയുന്നതിന്റെ മുമ്പേ അറിയുന്നവൻ. വലഖദ് ഖലഖ്നൽ ഇൻസാൻ
ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. നാഥന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ, അവൻ ഏർപ്പെടുത്തിയ പ്രത്യേകമായ സംവിധാനങ്ങൾ, അതങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഈ രൂപത്തിലൊക്കെ നാഥനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് അവനെ മാത്രമേ ആരാധിക്കാൻ കഴിയുകയുള്ളൂ, അവനെ മാത്രമേ എല്ലാ കാര്യത്തിനും തവക്കുലാക്കാൻ കഴിയുകയുള്ളൂ, അവന്റെ പേരിൽ മാത്രമേ നേർച്ചയാക്കാൻ കഴിയുകയുള്ളൂ, അവന്റെ പേരിൽ മാത്രമേ ബലിയർപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനുമായ നാഥനവനാണ്. അവന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ, അവന് മാത്രമേ ബുദ്ധിമുട്ടുകൾ നീക്കാൻ കഴിയുകയുള്ളൂ. അതേ അല്ലാഹു തആല പറയുന്നു, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്, അല്ലാഹു നിനക്ക് വല്ല ബുദ്ധിമുട്ടും ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അവനൊഴികെ അത് നീക്കിത്തരുന്നവനില്ല തന്നെ. വഇൻ യുരിദ്ക ബിഖൈരിൻ, നിനക്ക് വല്ല നന്മയും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവന്റെ ആ ഔദാര്യത്തെ തടുക്കുന്നവനും ലോകത്താരുമില്ല കേട്ടോ. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് ബാധിപ്പിക്കുന്നു. വഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണയുടെ കടലാകുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഗഫൂറായവൻ അല്ലാഹ് മാത്രമാണ്, റഹീമായവൻ അല്ലാഹ് മാത്രമാണ്. അതൊക്കെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ആ നിലക്ക് അളവറ്റ രൂപത്തിൽ പാപം പൊറുക്കുന്നവൻ, കരുണ ചെയ്യുന്നവൻ, എല്ലാവരെയും അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരെയും പടച്ചിട്ടുള്ള, സർവ്വ സംവിധാനങ്ങളും ചെയ്തു വച്ചിട്ടുള്ള ആ നാഥനോട് മാത്രമേ നിന്റെ സങ്കടങ്ങൾ നീ പറയാവൂ, നിന്റെ പ്രയാസങ്ങൾ നീ അവതരിപ്പിക്കാവൂ. അവനാണ് നിന്നെ രക്ഷിക്കുന്നവൻ. അവനല്ലാതെ മറ്റാരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നീ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്നവരുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ, നിന്നെ കാണുന്നവരുണ്ടെന്ന് വിശ്വസിച്ചാൽ, നിന്നെ അറിയുന്നവരുണ്ടെന്ന് വിശ്വസിച്ചാൽ, നിന്റെ വിചാര വികാരങ്ങൾ അറിയുന്ന മറ്റു വല്ലവരുമുണ്ടെന്ന് വിശ്വസിച്ചാൽ, കാരണം യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടത്തെ പോലും അല്ലാഹ് അറിയുന്നു. ഞാൻ മാത്രം അറിഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്ന എന്റെ കണ്ണുകളുടെ ചെറിയ ഒരു റാഞ്ചിയെടുക്കൽ അതെന്റെ നാഥൻ അറിയുന്നു. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ച് വെച്ച രഹസ്യങ്ങൾ എന്താണെങ്കിൽ അത് അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയുന്നു. ഈ നിലക്ക് എല്ലാം അറിയുന്നവനായ ആ നാഥനല്ലേ ഈ പ്രപഞ്ചത്തിലുള്ളത്. ഇത് വിശ്വസിക്കാൻ ആർക്കാണ് തടസ്സം? ഇതിനെന്തിനാണ് പാർട്ടി നോക്കുന്നത്? ഇതിനെന്തിനാണ് ഗ്രൂപ്പ് നോക്കുന്നത്? ഇതിനെന്തിനാണ് കക്ഷി തിരിഞ്ഞുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നത്? ഇത് എല്ലാ മനുഷ്യർക്കും അറിയുന്നവരല്ലേ ഈ ലോകത്ത് ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയതിൽ. ഇന്ന് ഏത് മതക്കാരനാണെങ്കിലും ഏത് ഗ്രൂപ്പുകാരനാണെങ്കിലും അവൻ ആരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ പറയപ്പെടുന്ന ആളുകളൊന്നും ഇവിടെ ഈ സംവിധാനങ്ങളിലൊന്നും പങ്കില്ലെങ്കിൽ അവർക്കാർക്കും റബ്ബാവാൻ കൊള്ളില്ലെന്നല്ലേ അർത്ഥം. റബ്ബാകാൻ കൊള്ളുന്നവൻ റബ്ബുൽ ആലമീൻ, റഹ്മാനുർ റഹീം, മാലികി യൗമിദ്ദീൻ, ഗഫൂറുർ റഹീം, സമീഉൻ അലീം, ഖരീബുൻ മുജീബ്.
അങ്ങനെ ഒട്ടേറെ പറഞ്ഞാൽ തീരാത്ത, നമുക്കറിയാവുന്നതും അല്ലാത്തതും അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചതും അവന്റെ മഹാന്മാരായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തതും അവന്റെ മാത്രമുള്ള ഇൽമിൽ അവൻ തന്നെ സ്വകാര്യമാക്കി വെച്ചിട്ടുള്ളതുമായ ഏതെല്ലാം ഗുണങ്ങളുണ്ടോ, ഏതെല്ലാം നാമങ്ങളുണ്ടോ, ഏതെല്ലാം വിശേഷണങ്ങളുണ്ടോ, അതിലൊക്കെ ഒരു തുല്യത പറയാൻ, അതിന്റെ സമീപത്തേക്ക് പോലും എത്താൻ ഈ പ്രപഞ്ചത്തിൽ ആരാണുള്ളത്? ആരുമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, ശാശ്വത വിജയം വേണോ, സമാധാനം വേണോ, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. അതാണ് അല്ലാഹു പറയുന്നത്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹുവൽ ഹയ്യു, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. കണ്ടോ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവർ ഇവിടെ ആരാണുള്ളത്? ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്നെന്നും ഹയാത്തിലുള്ളവർ? എല്ലാവരും മരിക്കേണ്ടവരല്ലേ? ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് ശാശ്വതത്വം ഉണ്ടായിരുന്നുവെങ്കിൽ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് മരിക്കാതെ ബാക്കിയാകുമായിരുന്നു. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ ഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നല്ലോ, ഒരൊറ്റ മനുഷ്യനും നാം ശാശ്വതത്വം നിശ്ചയിച്ചിട്ടില്ല. ഇന്നക മയ്യിത്തും വഇന്നഹും മയ്യിത്തൂൻ. ആ ആശയം അതുപോലെ റബ്ബുൽ ആലമീൻ അത് വിശദീകരിച്ചില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ റബ്ബാകാൻ കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹു, അവനൊഴികെ ഒരാരാധ്യനില്ല. ഏകനായ ആനാഥനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവന് വേണ്ടി മാത്രമേ ബലിയർപ്പണം നടത്താവൂ, അവന്റെ പേരിൽ മാത്രമേ ആണയിട്ടുകൊണ്ട് സത്യം നടത്താവൂ, സത്യം ചെയ്യാവൂ. അങ്ങനത്തെ എല്ലാറ്റിനും കഴിവുള്ള നാഥൻ, അർഹതപ്പെട്ടവനായ ഇലാഹ് ഹയ്യായ ഇലാഹാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു, അതിനാൽ നിങ്ങൾ അവനെ മാത്രം വിളിക്കണേ. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കത്തെ ആത്മാർത്ഥമായ നിലയിൽ നിങ്ങൾ അവന് സമർപ്പിച്ചുകൊണ്ട്. കാരണം കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിലും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അല്ലാഹ് കാര്യകാരണ സഹിതം മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനിയും നിനക്ക് സംശയിക്കാനുണ്ടോ? എല്ലാം നൽകി നിയന്ത്രിക്കുന്ന ആ നാഥനെ കുറിച്ച് നിനക്ക് നിഷേധിക്കാനാവാത്ത വണ്ണം ധാരാളം ധാരാളം നൽകിയ ആ റബ്ബിനോട് ദുആ ചെയ്തോളൂ, ഇഖ്ലാസോടെ ദുആ ചെയ്തോളൂ. കാരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും സർവലോകരുടെയും റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇത് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ആ നാഥനോടല്ലാതെ സങ്കടം പറയാൻ കഴിയും? ആ നാഥനെപ്പോലെ എല്ലാം കേൾക്കുന്നവരുണ്ടെന്ന് വന്നാലോ, എല്ലാം കാണുന്നവരുണ്ടെന്ന് വന്നാലോ, എല്ലാം അറിയുന്നവരുണ്ടെന്ന് വന്നാലോ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എവിടെയെങ്കിലും ആ മഹാനവറുകൾ എല്ലാം കേൾക്കുന്ന സമീആണെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം കാണുന്ന അലീം എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല, എല്ലാം അറിയുന്നയാള്, എല്ലാം കാണുന്നയാളെന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ എവിടെയും അതില്ലല്ലോ. മറിച്ച് ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതാ ഒരു ഭാഗം സഹോദരന്മാര് അവര് വിശ്വസിക്കുകയാണ്, മഹാനായ ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അതാ അവിടുത്തെ വഫാത്തിന്റെ ശേഷം പോലും മദീനയിൽ കിടന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ അവിടുന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നടക്കുന്നതെല്ലാം കേൾക്കുകയാണ്, ലോകത്ത് നടക്കുന്നതെല്ലാം അവിടുന്ന് കാണുകയാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ജനകോടികളുടെ ഹൃദയത്തെ അവിടുന്ന് വായിക്കുകയാണ്. അതും മാത്രമല്ല, ഉദ്ദേശിക്കുമ്പോൾ അവിടുത്തെ ഖബർ ഷരീഫിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നേക്കും, വന്നിട്ടുമുണ്ട്. മഹാന്മാരായ ഒട്ടേറെ ആളുകളുടെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വരെ മുത്ത് മുസ്തഫ എത്തിച്ചേർന്നിട്ടുണ്ട് വിനയത്തോടുകൂടി. ഇങ്ങനെയെല്ലാം വിശ്വസിക്കുന്നവർ, ഒരുപാട് മജ്‌ലിസിൽ അവിടുന്ന് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നവർ, നമ്മെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നവർ, നമ്മെ കാണുന്നു എന്ന് പറയുന്നവർ,
പറയുന്നവർ, നമ്മെ കേൾക്കുന്നു എന്ന് പറയുന്നവർ, അങ്ങനെ ഓ നബിയേ നിങ്ങൾ ഈ മജ്‌ലിസ് കാണുന്നില്ലേ, ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളെ കേൾക്കുന്നില്ലേ, അതുകൊണ്ട് ഖുദ് ബി ഐദീനാ, ഞങ്ങളുടെ കരങ്ങൾ പിടിക്കണേ, ഞങ്ങൾക്ക് സഹായം നൽകണേ, അദിരിക്നാ യാ റസൂലല്ലാഹ് എന്ന് 10,000 ആളുകൾ കൂടിയിട്ടുള്ള വേദികളിൽ വെച്ച് പുന്നാര റസൂലിനെ വിളിച്ചുകൊണ്ട് തേടുന്ന മാന്യന്മാരില്ലേ? ചിന്തിച്ചോ സഹോദരാ, ഇതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ കഴിയുമോ? ഇത് മുത്ത് മുസ്തഫ പഠിപ്പിച്ച ദീനാണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിയുടെ തിരുമുഖം നാളെ മഹ്ശറിൽ വെച്ച് കാണാൻ ഇത്തരം വിശ്വാസമുള്ള ആളുകൾക്ക് ഭാഗ്യം കിട്ടുമോ? ആ റസൂലുള്ളാഹിനെയും ജനകോടികളെയും പടച്ച റഹ്മാനായ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കി ആസ്വദിക്കുവാനുള്ള ഭാഗ്യം ഇത്തരം വിശ്വാസക്കാർക്ക് ലഭിക്കുമോ? സഹോദരാ സഹോദരി, പാർട്ടി പക്ഷപാതിത്വം മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനൊന്ന് പഠിക്കൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വമാർന്ന ജീവിതം ഒന്ന് പഠിക്കൂ. അവിടുത്തെ ജീവിതത്തിലെങ്കിലും അവിടുന്ന് എല്ലാം കേട്ടിട്ടുണ്ടോ? എല്ലാം കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും അറിഞ്ഞിട്ടുണ്ടോ? എല്ലാം അവിടത്തേക്ക് നിയന്ത്രണത്തിലായിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ജീവിതം? എങ്ങനെയാണ് കഴിഞ്ഞത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ ജീവിക്കാൻ അവസരം കിട്ടിയവരല്ലേ നമ്മുടെ നേതാക്കന്മാരായ സ്വഹാബാ കിറാം. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വഹാബത്തിനോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് സ്വർഗീയ ആരാമത്തിൽ അല്ലാഹുവിന്റെ മഹത്വം ലഭിച്ച മഹാന്മാരുടെ കൂടെ അണിനിരക്കാനുള്ള സൗഭാഗ്യം സാധുക്കളായ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തൊരു ബഹുമാനമായിരുന്നു അവർക്ക്, എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു ഹുബ്ബായിരുന്നു. നബി തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കരയുകയാണ് സഹാബിമാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്‌ലിസിൽ ഒരു സഹാബി വന്നിരിക്കുന്നു, മുഖം വല്ലാതെ വിവർണമായിട്ടുണ്ട്, മുഖം വല്ലാതെ സങ്കടത്തിൽ വല്ലാത്തൊരു വിഷമം കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഓ പ്രിയപ്പെട്ട സഹോദരാ, മലീ അറാക മഹ്സൂന, എന്തേ വല്ലാത്ത ദുഃഖം മുഖത്ത് കാണുന്നല്ലോ, എന്തേ വലിയ സങ്കടമാണല്ലോ മുഖത്ത് കാണുന്നത്. ആ സഹാബി പറയുന്നു, ഓ നബിയേ, സങ്കടം എന്റെ മനസ്സിൽ തിളച്ചു പൊന്താൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. കാരണം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അങ്ങ് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുക്കുന്നു. നേതാവിന്റെ സമ്മതം കിട്ടിയപ്പോ അനുയായി സങ്കടം പറയുന്നു. എന്താണ് അവിടത്തേക്കുള്ള സങ്കടം? ഓ നബിയേ, ഈ ജീവിതകാലത്ത് അങ്ങയുടെ തിരുമുഖം കാണണമെന്ന് മോഹം തോന്നുമ്പോ, അങ്ങയുടെ സംസാരം കേൾക്കണമെന്ന് കൊതി തോന്നുമ്പോ, അങ്ങയോടത്ത് മജ്‌ലിസ് പങ്കിടണം, അങ്ങയോടത്തുള്ള സ്റ്റേജിൽ വരണം, വേദിയിൽ വരണം എന്ന് അവിടുത്തെ ആ സഹവാസത്തെ കൊതിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങുള്ള സ്ഥലത്തേക്ക് വന്നാൽ എനിക്കതിന് സൗഭാഗ്യം ലഭിക്കുന്ന ഒരു പ്രത്യേകമായ ചുറ്റുപാടാണ് ഈ ഭൗതിക ലോകത്തുള്ളതെങ്കിൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങയൊക്കെ ഉന്നതമായ സ്ഥാനത്തല്ലേ, അങ്ങ് ഉന്നതമായ സ്വർഗത്തിലല്ലേ, ഫിർദൗസിൽ അഅ്ലാ, അത്യുന്നതമായ ഫിർദൗസിലൊക്കെ അങ്ങെത്തുമ്പോ സാധുവായ എനിക്ക് സ്വർഗത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞാൽ തന്നെയും അങ്ങയെയൊക്കെ കാണാൻ, ഇവിടുന്ന് കാണാൻ മോഹിച്ചാൽ അങ്ങയുടെ അടുത്ത് ഓടി വരും പോലെ അങ്ങയെ കാണാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ നബിയേ, അങ്ങയുടെ സംസാരം കേൾക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ആ ഒരു സങ്കടമാണ് മനസ്സിലുള്ളത്. മറുപടി തന്നാലും നോക്കൂ നിങ്ങൾ സ്വഹാബത്തിന്റെ സ്നേഹം. പുന്നാര റസൂലിനെ കാണാൻ കഴിയില്ലെന്ന സങ്കടം, പുന്നാര റസൂലിന്റെ ശബ്ദം കേൾക്കാനാകാതിരിക്കുമോ എന്ന ഭയം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല. ജിബ്രീൽ വഹയും കൊണ്ടുവരുന്നു. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ.
നബിതങ്ങളെന്ന് ഓതിക്കൊടുക്കുന്നു. അള്ളാനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാരോ അവൻ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ശുഹദാക്കളുടെ കൂടെയാണ്, അമ്പിയാക്കളുടെ കൂടെയാണ്, സാലിഹീങ്ങളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖാ, സ്വർഗത്തിൽ അവരൊക്കെ എത്ര നല്ല ചങ്ങാതിമാരാ, സ്വർഗത്തിൽ അവരൊക്കെ എത്ര നല്ല കൂട്ടുകാരാണ്. ഈ ആയത്തെന്ന് ഓതിക്കൊടുക്കുന്നു. സഹാബി സന്തോഷം കൊണ്ട് മതിമറക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ ചരിത്രത്തിന്റെ കഷ്ടം നിങ്ങളുടെ മുമ്പിൽ കൽപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എത്രമാത്രം ഹബീബിനെ സ്നേഹിച്ചവരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അല്ലാഹു റളിയല്ലാഹു അൻഹും എന്ന് ഏതൊരു വിഭാഗത്തെ സംബന്ധിച്ച് നബി തങ്ങളെ വിവരം കൊടുത്തിട്ടുണ്ടോ അവരാണ് സഹാബാ കിറാം. ആ സഹാബാ കിറാം അവർക്കെന്തായിരുന്നു റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം? അവർ നബിതങ്ങളെ കുറിച്ച് എന്താണ് വിശ്വസിച്ചത്? നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും എല്ലാം കേൾക്കുന്നയാളാണ്, എല്ലാം കാണുന്നയാളാണ്, എല്ലാം അറിയുന്നയാളാണ്, എല്ലാത്തിനും കഴിവുള്ളയാളാണെന്ന് ജീവിച്ചിരിക്കുന്ന വേളയിലെങ്കിലും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നമ്മുടെ നേതാക്കളായ അല്ല ലോകത്തിന് മുഴുവൻ മാതൃകാ പുരുഷന്മാരെന്ന് വിധിക്കപ്പെട്ട സഹാബാ കിറാം വിശ്വസിച്ചിട്ടുണ്ടോ? എന്താണ് അവർ വിശ്വസിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടൊരു കാര്യം അവർക്ക് പറയാനുണ്ടെങ്കിൽ അതാ വിദൂരമായ ദേശങ്ങളിൽ നിന്ന് പുന്നാര റസൂലിനെ തേടി അവിടുത്തെ ഹദറത്തിൽ തന്നെ വരുന്നു. എന്തിനാ ഹദറത്തിലെത്തുന്നത്? വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോരെ? യാ റസൂലല്ലാഹ്, എനിക്കിന്ന സംശയം തീർക്കാനുണ്ട്, തീർത്തു തരണം. നബി തങ്ങളോട് ഒരു സഹാബിയും വിളിച്ചിട്ടില്ല, ഒരു സഹാബിയും വിളിച്ച് സങ്കടം പറഞ്ഞിട്ടില്ല. എന്ത് നബി തങ്ങളോട് പറയാനുണ്ടോ? പറയാനുള്ളത് മുഴുവനും അവിടുത്തെ ഹദറത്തിൽ വന്നിട്ടേ പറഞ്ഞിട്ടുള്ളൂ. കാരണം കേൾക്കാത്ത ദൂരത്ത് നിന്ന് വിളിച്ചാൽ, അകലത്തിരുന്ന് വിളിച്ചാൽ അവിടുത്തെ കാതുകൾക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. കാതുകൾക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതേ അവസരത്തിൽ കേൾവി ശക്തിക്ക് പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത, അറ്റമില്ലാത്ത കേൾവിയുടെ നാഥൻ അല്ലാഹു തന്നെ, അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരിമ ശിഷ്യന്മാര് ഒരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കളരാ നബി തങ്ങളുടെ സഹാബിമാരെ ചുറ്റും വളഞ്ഞിരിക്കുന്നു, കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ഇതിനേക്കാൾ ഒരു സന്നിഗ്ധ ഘട്ടം ഇനി ഒരു മനുഷ്യന് വരാനുണ്ടോ? മുത്തു മുസ്തഫയിൽ നിന്ന് ദീന് പഠിച്ച ആ പരിശുദ്ധന്മാരായ സഹാബാ കിറാമത ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന ഘട്ടമാണ്. ശത്രു ഉരിപ്പിടിച്ച വാളുമായി തന്റെ അടുത്ത് നിന്നുകൊണ്ട് ആക്രോശിക്കുകയാണ്. ആ ഘട്ടത്തിൽ മഹാനായ സ്വഹാബിക്ക് റസൂലുള്ളാഹിനെ ഇക്കാര്യമൊന്ന് അറിയിക്കണ്ടേ? നേതാവിനെ അറിയിക്കണ്ടേ? ഓ നേതാവേ, അങ്ങയുടെ അനുയായി അപകടത്തിലാണെന്ന വിവരം പറയണ്ടേ? ആ വിവരം പറയാൻ എന്താ മാർഗം? ആ വിവരം പറയാൻ എന്താണ് വഴി? സഹാബി ചിന്തിച്ചപ്പോൾ ഒരു വഴിയും കാണുന്നില്ല. കാരണം നേതാവിനോട് വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൂരത്താണ്. അവിടുത്തോട് വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ശിഷ്യന്മാർ അപകടത്തിലാണെന്ന വിവരം അങ്ങ് അറിഞ്ഞില്ലേ എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം സഹാബത്ത് വിശ്വസിക്കുന്നത് നബി തങ്ങളോട് പറഞ്ഞാൽ അതിന് കേൾക്കുന്നതിന് പരിധിയുണ്ട്, ദൂരത്ത് നിന്നാണെങ്കിൽ അതിന് കഴിയില്ലെന്നാണ് അവർ വിശ്വസിച്ചത്. അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ പ്രത്യേകമായ അനുഗ്രഹം അത് ലഭിക്കുന്ന ഘട്ടത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കുക എന്ന അനുഗ്രഹം ആ കിട്ടുന്ന വേളയിലല്ലാതെ മറഞ്ഞ കാര്യം അറിയാൻ അവിടുത്തേക്ക് സാധ്യവുമല്ലല്ലോ. ഇതൊക്കെ വിശ്വസിക്കുന്ന സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ വിവരമെത്തിക്കാൻ കണ്ട മാർഗം എന്താണ്? സ്ഥലകാലങ്ങൾക്ക് വ്യത്യാസമില്ലാതെ, ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരെയും കാണുന്ന, എല്ലാവരെയും കേൾക്കുന്ന അല്ലാഹുവോട് പറയാലോ, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയ
നബിയക, അല്ലാഹുവേ ഞങ്ങളെപ്പറ്റി നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ. ഞങ്ങൾ അപകടത്തിൽപ്പെട്ട വിവരം ഞങ്ങളെ നേതാവ് അറിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെ നേതാവിന് ഞങ്ങൾ ഈ പറ്റിയ ഈ അപകടത്തിന്റെ കാര്യം അല്ലാ നീ ഒന്ന് വിവരം കൊടുക്കണേ എന്ന് അല്ലാഹനെ വിളിക്കുന്നു. കാരണം അല്ല കേൾക്കും പോലെ, അല്ല കാണും പോലെ, അല്ല അറിയും പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും അല്ല കൊടുത്ത കഴിവ് കൊണ്ടാണെങ്കിൽ പോലും അല്ല കാണും പോലെ കാണുമെന്നോ, അല്ല കേൾക്കും പോലെ കേൾക്കുമെന്നോ, അല്ല അറിയും പോലെ അറിയുമെന്നോ മഹാന്മാരായ സഹാബിമാര് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ചില ആളുകൾ വിശ്വസിക്കും പോലെ അന്ന് മഹാന്മാര് വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവര് നേരിട്ട് വിളിച്ചുകൊണ്ട് പറയൂലേ, യാ റസൂലല്ലാഹ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, സഹായം വേണം നബിയേ. അവരാരും വിളിച്ചിട്ടില്ലല്ലോ. അവർക്കാർക്കും റസൂലുള്ളാഹിനോട് മഹബത്തില്ലേ? അവരാരും റസൂലുള്ളാഹിയുടെ മഹത്വം അറിഞ്ഞവരല്ലേ? എന്നിട്ടോ ഇന്ന് നമ്മൾ തേടുകയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് രോഗശമനത്തിന് വേണ്ടി തേടുന്നത്. സഹാബാ കിറാം വിദൂരദേശത്ത് നിന്ന് വിളിച്ചിട്ടില്ല. അവിടുത്തെ വഫാത്തിന്റെ ശേഷവും സഹാബിമാർ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ റസൂലിനോട് ഞങ്ങൾക്ക് മഹബത്തുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള കാവ്യങ്ങളിൽ എന്താ പറയുന്നത്? യാ റസൂലൽ ഇലാഹി ഇന്നി ضعيف فاشفيني أنت مقصد شفائي يا رسول الإله إن لم تغيثني فإلى من ترى يكون التجائي سيدي يا أبا البتول أغيثني أنت أدرى بما هواه ضمير. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുകയാണ്, ഇലാഹായ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ദുർബലനാണ്, ഞാൻ രോഗിയാണ്, എനിക്ക് ശിഫ നൽകണം. ശിഫ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്രം അങ്ങ് മാത്രമാണ്. പിന്നെയും പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ ആരിലേക്ക് അഭയം തേടാനാണ്? ആരോടാണ് എനിക്ക് അഭയം ചോദിക്കാനുള്ളത്? അതുകൊണ്ട് ഫാത്തിമ ബീവിയുടെ ഉപ്പയായ നബിയെ എന്നെ സഹായിക്കണേ. എന്തേ കാരണം? അൻത അദ്റാ ബിമാ ഹവാഹു ضمീറു. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ, മനുഷ്യ മനസ്സുകളിൽ അടങ്ങിയ വികാരങ്ങൾ എന്താണെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അങ്ങ് തന്നെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു. എന്താ പറഞ്ഞത്? അൻത അദ്റാ ബിമാ ഹവാഹു ളമീറു. അങ്ങേക്ക് എല്ലാവരുടെ ഹൃദയങ്ങളിലുള്ളതും മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊണ്ടതൊക്കെ നന്നായി അറിയുമല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നമ്മുടെ നേതാക്കന്മാരായ സഹാബത്ത് ജീവിതകാലത്തെങ്കിലും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലതാ കേസുമായി ആളുകൾ വരികയാണ്, വ്യവഹാര കക്ഷികൾ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വരികയാണ്. വാദിയുണ്ട് കൂട്ടത്തിൽ, പ്രതിയുമുണ്ട് കൂട്ടത്തിൽ. പുന്നാര നേതാവിന്റെ ഹദറത്തിൽ വന്നു നിൽക്കുന്നു വാദിയും പ്രതിയും. സ്വത്ത് തർക്കമാണ്, അതിർത്തി തർക്കമാണ്, ഭൂമി നിരക്കിയ കേസാണ്, അതിർത്തി തറി മാറ്റിക്കുത്തിയ കേസാണ്, അതിർത്തിയുടെ പ്രശ്നമാണ്, ഒരു തുണ്ട് ഭൂമിയുടെ പ്രശ്നമാണ്. അതാ പുന്നാര നേതാവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പലരും വാചാലതയോട് സംസാരിച്ചുകൊണ്ട് പല കാര്യങ്ങളും നേടുന്നു. അർഹമായത് നേടുന്നവരുണ്ട്, അനർഹമായത് കൈപ്പറ്റിടുന്നവരുണ്ട്. പുന്നാര നേതാവിനറിയില്ല ആരാണ് അർഹമായത് നേടിയതെന്ന്, ആരാണ് അനർഹമായത് നേടുന്നതെന്ന്. അവിടുത്തെ മുമ്പിൽ അതാ കേസുമായി വരുന്നവരോട് അവിടുന്ന് പറയുകയാണ്, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ എൻ്റെ അടുക്കൽ കേസുമായി വരുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിലെ കാര്യങ്ങൾ എനിക്കറിയില്ലല്ലോ. നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഏതാണ് സത്യം എന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് സത്യമായി തോന്നുന്നതിനനുസരിച്ചുകൊണ്ട് ഞാൻ കേസിൽ തീർപ്പ് പറയും.
ആരെങ്കിലും അന്യായമായി എന്റെ വിധിയിലൂടെ ഒരു തുണ്ട് ഭൂമിയെങ്കിലും അനർഹമായി കൈപ്പറ്റുന്നുവെങ്കിൽ ഖിത്അത്തും മിനന്നാർ, നരകത്തീയുടെ ഒരു കഷ്ടമാണ് അവൻ എന്നിൽ നിന്ന് സ്വീകരിക്കുന്നതെന്ന് താക്കീത് ചെയ്യുന്നു. പുന്നാര നേതാവിന്റെ വർത്തമാനമാണ്. കൺമുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലെ വിചാരവികാരങ്ങൾ പോലും മുത്ത് മുസ്തഫ കാണുന്നില്ല, മുത്ത് മുസ്തഫ അറിയുന്നില്ല. ആരാണ് സത്യവാൻ, ആരാണ് അസത്യവാൻ? ആ ഹൃദയങ്ങളെ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ളതറിയാത്ത മുത്തനേതാവിനോട് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, അൻത അദ്റാ ബീമാ ഹവാഹു ദമീറു. ഹൃദയത്തിൽ ഒടുക്കി വെച്ചിട്ടുള്ള അവ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങല്ലയോ അറിയുന്നവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു. ഇത് റസൂലുള്ളാഹിനെ സംബന്ധിച്ചല്ലേ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു, മജ്ലിസിലേക്ക് വരുന്നു എന്ന്, പുന്നാര നേതാവ് ഖബറിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന്, ബർസഖിയായ അവിടുത്തെ ഉന്നതമായ ആ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് പറഞ്ഞു വന്നുകൊണ്ട് പ്രശ്നങ്ങൾ കേൾക്കുന്നു എന്ന്, വിധി പറയുന്നു എന്ന്, കൈ പിടിക്കുന്നു എന്ന്, കെട്ടിപ്പിടിക്കുന്നു എന്ന്, ചുംബനം നടത്തുന്നു എന്ന്, ചുംബിക്കാൻ കൈകൾ കൊടുക്കുന്നു എന്ന്, എത്രമാത്രം വിശ്വാസങ്ങളാണ് ഈ സമുദായം കൊണ്ട് നടക്കുന്നത്. അവർ അഹ്ലു ബൈത്തിന്റെ അവകാശവാദക്കാരാണ്, ഞങ്ങൾ അഹ്ലു ബൈത്തുകാരാണ്, മുത്തുമുസ്തഫയോട് സ്നേഹമുള്ളവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നതെന്നും ഇങ്ങനെയൊന്നും റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വസിച്ചുകൂടാ, പറഞ്ഞുകൂടാ എന്ന് പറയുന്നവർക്ക് പുന്നാര നേതാവ് അവർക്കൊരു കേവലം സാധാരണ മനുഷ്യനാണ്, കേവലം ഒരു സാധാരണക്കാരനാണ്, തെറ്റുകളുടെ കൂമ്പാരം ചെയ്തവനാണ്. അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ ധാരാളം പ്രഭാഷകന്മാരും ലേഖകന്മാരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നിഷ്പക്ഷ മനസ്സുള്ള മുസ്ലിമേ, പുന്നാര നേതാവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഏതെങ്കിലും ഒരു മഹാന്റെ മുമ്പിലേക്ക് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് വന്ന ചരിത്രം എവിടെയെങ്കിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ?